ശബരിമല മണ്ഡലകാലത്ത് ഏറെ ശ്രദ്ധ നേടുന്ന ക്ഷേത്രമാണ് ചിറക്കടവ് തെക്കേത്ത് കവലയിലെ താന്നുവേലിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. 1820 മുൻപ് താന്നുവേലിൽ കുടുംബം പണി കഴിപ്പിച്ചതാണ് താന്നുവേലിൽ ധർമ്മശാസ്താ ക്ഷേത്രം. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കണക്കപ്പിള്ളയായിരുന്ന നാരായണപിള്ള എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമല ദർശനം നടത്തിയിരുന്നു. പ്രായാധിക്യത്താൽ ശബരിമലയ്ക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഇനി മലയ്ക്ക് വരേണ്ടതില്ലെന്നും ഞാൻ അങ്ങോട്ടെത്താമെന്നും അയ്യപ്പൻ സ്വപ്ന ദർശനം നൽകി. പിറ്റേന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നും ഒരു വാൾ കിട്ടി. തുടർന്ന് ഇവിടെ നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. തുടർന്ന് വന്ന കാരണവന്മാർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിപ്പോന്നു. ഏതെങ്കിലും ഭക്തന് ശബരിമലയ്ക്ക് പോകാൻ കഴിയാതെ വന്നാൽ താന്നുവേലിൽ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ശബരിമലയിലെ പൂജാവിധികൾക്ക് സാമ്യമാണ് ഇവിടുത്തെ പൂജാവിധികളും. 2019 മുതൽ താന്നുവേലിൽ ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രമെന്ന് ട്രഷറർ CG മോഹൻദാസ് പറഞ്ഞു. 2019 മുതൽ താന്നുവേലിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഭരണം നടത്തി വരുന്നത്. നിലവിൽ അഡ്വക്കേറ്റ് ശ്രീകുമാർ മാനേജിംഗ് ട്രസ്റ്റിയും ശ്രീ ബിനുജി നായർ സെക്രട്ടറിയും ശ്രീ മോഹൻദാസ് CG ട്രഷററുമായിട്ടുള്ള 11 അംഗ സമിതിയാണ് ഇതിൻ്റെ ഭരണം മേൽനോട്ടം നടത്തി കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങളായിട്ട് ചെറുക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ കാവടിക്ക്, അഷ്ടമി കാവടിക്ക് അവർക്ക് പടച്ചോറ് കൊടുക്കുന്ന ഒരു പതിവും കൂടെയുണ്ട്. അതൊരു ആചാരമായിട്ട്, ഒരു വഴിപാടായിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിൻ്റെ അവസാന സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിരവധി ആളുകൾ, ധാരാളം ആളുകൾ നമ്മുടെ അമ്പലത്തിൽ വരുന്നുണ്ട്. മണ്ഡല മഹോത്സവത്തിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് 40ാമത്തെ ദിവസമാണ്. അന്ന് കാവടിയാട്ടം, അതുപോലെ തന്നെ കളവെഴുത്തും പാട്ടും, വിവിധ കലാപരിപാടികൾ, അങ്ങനെയൊരു ഉത്സവ അന്തരീക്ഷത്തിലാണ് 40ാമത്തെ ദിവസം ഇവിടെ കടന്നു പോകുന്നത്. താന്നുവേലി ക്ഷേത്രത്തോടനുബന്ധിച്ച് പണ്ട് കളരി തിരുമ ചികിത്സാ കേന്ദ്രവും ഉണ്ടായിരുന്നു. മണ്ഡലകാലത്ത് 41 ദിവസവും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ക്ഷേത്രം തുറന്ന് പൂജകൾ നടത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.